അതിന് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ആ ശ്വാസത്തെ നമ്മൾ ശരിക്കും ആവശ്യമുള്ള ചാനലിലൂടെ നമ്മൾ കടത്തി വിടുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ലേ, ഈ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരാൾ പോലും അറിയില്ല ഞാൻ എന്താണ് ഉള്ളിൽ ചെയ്യുന്നുള്ള കാര്യം, ഒരാൾക്കും അറിയാൻ പറ്റില്ല. നമ്മൾ പറയും ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആക്രമിക്കുന്നതിലല്ല. ഈ നായിഷൻ ആപത്ത് ഉണ്ടായില്ലേ പിന്നെ പോലീസ് കംപ്ലയിൻറ്റ്, കേസ്, കോർട്ട്, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം. നമ്മൾ ആ ഒരു നിമിഷം മാത്രം നമ്മൾ വളരെ ഇതായിട്ട് ഐ എം സോറി പക്ഷെ ആ സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ശരം കയറി പിടിക്കും. ആ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാറ്റി കിട്ടുന്നതാണ്. എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു കോഴ്സല്ല ശരനൂരല്ല. ശരനൂർ ശാസ്ത്രം, ശ്വാസം എന്ന് പറയുന്നത് അതൊരു വജ്രായുധമാണ്. ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വജ്രായുധം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ വന്നു വിചാരിക്കുക. അപ്പോൾ ഒരു ശരനൂല് അറിയുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ മാറിയല്ലോ, വളരെ സ്മൂത്തായി പോയൊരു മാനസികാവസ്ഥ മാറിയ അവസ്ഥയിൽ നമുക്ക് വീണ്ടും അതിനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഇതിലേക്ക്. അതിന് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ആ ശ്വാസത്തെ നമ്മൾ ശരിക്കും ആവശ്യമുള്ള ചാനലിലൂടെ നമ്മൾ കടത്തി വിടുന്നു എന്നുള്ളതാണ്. ആ ചാനലിലൂടെ നമ്മൾ ആ ശ്വാസത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അതായിട്ട് വരും. കാരണം കുറേ കൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് മെറിഡിയനിലൂടെയാണ് പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ അതെ പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കരുണ, സ്നേഹം, സ്നേഹം, അനുകമ്പ, നമ്മുടെ ആ സുഹൃത്ത് വലയങ്ങൾ, ആ സിറ്റുവേഷൻ, അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ശരം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അയാൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി നമ്മുടെ ആ ഇതിൽ നമ്മൾ അതേപോലെ തന്നെ നിൽക്കും, മാറില്ല. ഒരു നിമിഷം മാറിയാൽ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറി പിന്നെ അതിലേ ഇരിക്കുള്ളൂ. പിന്നെ കുറേ സമയം പിടിക്കും, ചിലപ്പോൾ ദിവസങ്ങളോളം പിടിക്കും. കാരണം ആ ട്രിഗർ ചെയ്ത് മൂഡ് താങ്ങാനായിട്ട്. അല്ല, ഇതിപ്പം ഇതിനൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ ഇതിന് വളരെ മൈന്യൂട്ട് സമയങ്ങളാണ് ഇരിക്കുന്നത്. ഇതിനെന്തെങ്കിലും കൈക്രിയകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതില്ല? അത് മാനസിക ഇങ്ങനെ മിണ്ടാതിരുന്നങ്ങ് ചെയ്താൽ മതി. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ മാറ്റുന്ന കാര്യം അയാൾ പോലും അറിയില്ല. ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ലേ, ഈ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരാൾ പോലും അറിയില്ല ഞാൻ എന്താണ് ഉള്ളിൽ ചെയ്യുന്നുള്ള കാര്യം, ഒരാൾക്കും അറിയാൻ പറ്റില്ല. അത് അത്രയും സ്മൂത്തായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഫിസിക്കലി ചെയ്യേണ്ട കാര്യമില്ല, എണീച്ച് നിൽക്കേണ്ട കാര്യമില്ല, കിടക്കേണ്ട കാര്യം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ധ്യാനത്തിന് ഒരു ആവശ്യം തന്നെ ഇല്ല. അതാണ് നമ്മൾ ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. കാരണം ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, ഒരാവശ്യമാണ് നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു തലമുറയിൽ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇന്നിപ്പം എന്ത് പറഞ്ഞാലും പെട്ടെന്ന് യുദ്ധങ്ങളും പ്രകോപനങ്ങളും പലരും ചെറിയ കാര്യങ്ങളും അത് വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഇതാണല്ലോ. അപ്പൊ ഇതൊക്കെ ഈ ടെക്നിക്സ് ഒക്കെ അവരൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ തീവ്രവാദികളൊക്കെ ഒന്ന് പഠിച്ചാൽ ചിലപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആക്രമിക്കുന്നതിലല്ല. നമ്മൾ പറയില്ലേ, ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മളൊന്ന് തോറ്റു കൊടുക്കാനും വേണം ഒരു ധൈര്യം എന്ന് പറയില്ലേ. കാരണം ആർക്കും പറ്റില്ല അത്. സാധാരണ ഒരു മനുഷ്യൻ ഈഗോ അനുവദിക്കാറില്ല. എക്സാക്ട്ലി അതാണ് കറക്റ്റ്. ഈഗോ അനുവദിക്കാറില്ല. ഈഗോ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. ഒരുപക്ഷെ നമ്മളൊന്ന് ഓക്കെ നമ്മൾ തോറ്റു കൊടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈവൻ നമ്മുടെ ദാമ്പത്യത്തെ തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ടില്ല, അല്ലെങ്കിൽ അത് ഒന്നും നമ്മളത് ആ പറയുന്ന നിമിഷം നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള കാര്യം നമ്മൾ പറഞ്ഞ് വീണ്ടും അത് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു മൊമെന്റിൽ നമ്മളൊന്ന് കീഴടങ്ങിയാൽ മതി. പക്ഷെ കീഴടങ്ങണമെങ്കിൽ നമ്മുടെ ഈഗോ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരുവിധം യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇതിന്റെ പേരിലാണ്. അതായത് ഞാൻ വലിയവനാണ്, നീ ചെറിയവനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നീ കേൾക്കണം. ആ ഒരു മൈൻഡ് സെറ്റില്ലേ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോഴാണ് ശരിക്കും ഈ ക്ലാഷ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് നമ്മൾ ചിന്തിച്ച്, അല്ലെങ്കിൽ യുക്തി എന്നല്ല നമ്മൾ പറയാം, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു അറിവ് എന്നാണ് ഞാൻ പറയാം അതിനെ കുറിച്ചിട്ട്. ആ അറിവ് നമ്മൾ പറയില്ല, ഒരു അറിവുള്ളവന് നമ്മൾ ഒരിക്കലും പേടി വരില്ല. ഇത്തരം ഒരു ശരനൂർ ശാസ്ത്രം, ഇത്തരം വിദ്യകളൊക്കെ പഠിച്ചപ്പോഴത്തേക്കും ഈ സൂരജിത്ത് കൂടെ ഒരു ഡെവലപ്പായി അല്ലെ. സാധാരണ ഫ്രണ്ട്സ് കാണുമ്പോൾ ഒരു പഴയ ഒരു സൂരജിനെ
അവരെങ്ങനെ കാണുന്നു? പുതിയൊരു സൂചനയെ എങ്ങനെ കാണുന്നു? ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഓഫീസിലത്തെ കാര്യമാണ്. ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേം കൂടി ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്തു തുടങ്ങി. മുന്നേ ഭീകരനായിരുന്നു? ഞാൻ ഭീകരനല്ല. ഞാൻ പൊതുവേ എന്താ പറയുക, ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുന്ന വളരെ ഇതായിട്ടുള്ളതാണ്. കാരണം എൻ്റെ കാര്യങ്ങൾക്കാണ് ഞാൻ എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യാറ്. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അധികം ഇൻവോൾവ് ആവാറില്ല മറ്റുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും ഇല്ല. ഫ്രണ്ട്സ് വളരെ ചുരുക്കേ ഉള്ളൂ. ഞാൻ അങ്ങനെ സോഷ്യലായിട്ട് അങ്ങനെ ഇടപഴകുന്ന ഒരു വ്യക്തിയല്ല. ശേഷം സോഷ്യലായിട്ട് ഇടപെടാൻ തുടങ്ങി. ഈ ഒരു വിദ്യ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യലി ഇടപെടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുന്നേ ഇല്ല, ഫിയറിന്റെ ആവശ്യമില്ല. അത് ഫിയറിന്റെ ആവശ്യം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു മാർഷൽ ആർട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൽഫ് ഡിഫെൻസ് ഞാൻ ചെയ്യുന്നുണ്ട്, കല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം കലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇതിനേക്കാളും ഭയങ്കരമാണ്. അത് ആദ്യമേ തന്നെ പറയുന്നത്, നിങ്ങൾ മാപ്പ് ചോദിക്കാനാണ് പറയണത്. ഐ എം സോറി. ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ, ഞാനിതിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. അതാണ് അതിൽ ആദ്യം തന്നെ പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ, ആരെങ്കിലും ചിന്തിക്കാൻ പറ്റും, ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മാപ്പ് പറയുന്ന ഒരു അവസ്ഥ അല്ലേ, നമ്മൾ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ. അതെ, ഈഗോ അനുഭവിക്കില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്, നമ്മൾ ക്ഷമിക്കാൻ പറയൂ, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്, തെറ്റെൻ്റെയാണ്, നിങ്ങൾ ക്ഷമിക്കൂ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ താഴ്ത്തി കെട്ടുകയല്ല ചെയ്യുന്നത്, ഉയർത്തുകയാണ്. നമ്മൾ അതൊരു ശക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഒരു കോണ്ടാക്ട്, ഒരു കോൺഫ്രണ്ടേഷൻ നമ്മളവിടെ ഒഴിവാക്കുക ചെയ്യുന്നത്. ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു അടിപിടി നമ്മൾ ഒഴിവാക്കുക ചെയ്യുന്നത്. അടിപിടി നമ്മൾ തുടങ്ങുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ കോൺസിക്വൻസ് ഭയങ്കര ഭീകരമായിരിക്കും. ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നാശനഷ്ടങ്ങളുണ്ടാവാം, ആയുസിന് ആപത്തുണ്ടാവാം. ആയുസിന് ആപത്ത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ പോലീസ് കംപ്ലയിൻറ്റ്, കേസ്, കോർട്ട്, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം. നമ്മൾ ആ ഒരു നിമിഷം മാത്രം നമ്മൾ വളരെ ഇതായിട്ട്, ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ പ്ലീസ്, എന്നെ വെറുതെ വിടൂ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ 99% നമ്മളങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ ഒരു സിസ്റ്റത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാളെടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ മാപ്പ് ചോദിച്ചു പിന്നെയും എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ മാരകമായിരിക്കും ഞാൻ തിരിച്ച് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റില്ല. ഞാൻ ഈ ഇതിൽ അൺലിമിറ്റഡ് ആണ്. ഇതിൽ നമുക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഉള്ളിലെ മൃഗത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ ഇതില്ല. പക്ഷെ ആ സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ശരം കയറി പിടിക്കും. അതെ, അതിന്റെ ഒരു ആഡഡ് നമ്മൾ പറയില്ല, അതിന്റെ ഒരു ബോണസ് എന്നുള്ള രീതിയിൽ ഈ നമ്മൾ ഈ ശരം തോലും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ അറിയാം, നമ്മൾ അപ്പം തന്നെ ശരം ഏതിലാണ് നമുക്ക് വേണ്ടി ശരം മാറ്റിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാറ്റി കിട്ടുന്നുള്ളതാണ്. ഈവൻ ശരം മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ ശരം പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വിദ്യയുടെ മറ്റൊരു ഉന്നതമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗുണം. രാഹുൽ സാറിനെ എങ്ങനെ കാണുന്നു? സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ഗുരുക്കന്മാരെ അങ്ങേക്ക് അറിയാം, പലയിടത്തും പോയതാണ്. അതെ. രാഹുൽ സാറിലേക്ക് എത്തിയപ്പോൾ അങ്ങേക്ക് എന്തായിരുന്നു ഒരു? ഞാൻ പറയുകയാണെങ്കിലേ, അദ്ദേഹം ഇന്നേ വരെ ഞാൻ മറ്റൊരു ഗുരുക്കന്മാരിലും കാണാത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇത് ശരന്നൂല് പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്. എല്ലാവരെയും മൂപ്പര് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടു കിടക്കുക. നമ്മൾ പറയില്ലേ, ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടു കിടക്കുന്ന പോലെ സാറുടെ കീഴിൽ ആരൊക്കെ പഠിച്ചിട്ടുണ്ട് അവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടു കിടക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും. ഇപ്പോൾ അത് കുറേ സാറ് ഷെഡ്യൂളും കാര്യങ്ങളും ഇതായതുകൊണ്ട് ചില ദിവസങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു. മുന്നേ എല്ലാ ദിവസവും ഈ 1 മണിക്കൂർ ഇതിൻ്റെ പ്രാക്ടീസ്, പിന്നെ സാറ് ബാക്കിയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ അറിവുകൾ നമുക്ക് പറഞ്ഞു തന്നോട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് ആരാ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഏതൊരു കോഴ്സിന് പോയാലും ശരി, ഓക്കെ, ഒരു 2 ദിവസത്തെ കോഴ്സ്, 3 ദിവസത്തെ കോഴ്സ്, ഒരാഴ്ചത്തെ കോഴ്സ്, ഒരു മാസം, 2 മാസം ഇരിക്കുക കഴിഞ്ഞു. ഞാൻ 6 മാസമായിട്ട് മൂപ്പര് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മാത്രമല്ല, മൂപ്പര് എല്ലാവരും കൊണ്ടു കിടക്കുന്നുണ്ട്. എന്നെ പോലെ മറ്റുള്ള സ്റ്റുഡൻസിനെ മൂപ്പര് കൊണ്ടു കിടക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതാണ് എനിക്ക് ഏറ്റവും അധികം ഞാൻ സാറിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഈ കോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഒരു ഫീസ് മേടിച്ച് ഞാൻ നിനക്ക് പകർന്നു ഇനി നീ നിന്റെ ഇഷ്ടത്തിന് നോക്കിക്കോന്നല്ല അദ്ദേഹം പറയണത്. അദ്ദേഹം കൊണ്ടു കിടക്കുകയാണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളെ മോൾഡ് ചെയ്യിക്കുക എന്ന് പറയില്ലേ, ഒരു കുട്ടീനെ നമ്മൾ എങ്ങനെയാണ് വളർത്തി വലുതാക്കുന്നത്, അതേപോലെ മോൾഡ് ചെയ്യിക്കുന്നതാണ് സാറിന്റെ ക്ലാസ്. അതിന് നമ്മൾ എങ്ങനെയാണ് ഒരു വില നിർണ്ണയിക്കാൻ പറ്റുക? അത് നമുക്ക് പറ്റില്ലല്ലോ. കാരണം നമ്മൾ അതിനു വേണ്ടി നമ്മൾ പിന്നെ
ഈ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ ശരിക്കും കോഴ്സ് ഫീ അല്ല, അത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ദക്ഷിണ എന്നൊക്കെ പറയുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഇതൊന്നും കൊടുക്കുന്നില്ല. അങ്ങ് ഈ പഠിച്ച വിദ്യകൾ, അങ്ങയുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, അങ്ങയിൽ വന്ന മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ച് കാണും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരിത് പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ടോ, അല്ലെങ്കിൽ അങ്ങ് ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഞാനത് വിചാരിക്കുന്നത് ഈ മറ്റുള്ള ഒരു സാധാരണ കോഴ്സ് പോലെ എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു കോഴ്സല്ല ശരനൂരല്ല. അതിനൊന്നാമത് നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് അതിനുള്ളൊരു യോഗം വേണം നമ്മൾ പറയില്ലേ. അത് എൻ്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാനിത് കേട്ടു, അത് കഴിഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലത്ത് പോയി, അത് വലിയ ദുരന്തമായിട്ട് മാറി. അത് കഴിഞ്ഞ് ഞാൻ ഇനി ഈ സാധനം പഠിക്കുന്നില്ല എന്ന് വെച്ച് നടന്നതിന് ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്തുണ്ടായാലും. പിന്നെ വീണ്ടും അതെൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നു എന്ന് പറയുമ്പോൾ ഞാനത് ആലോചിക്കുന്നത് അത് എനിക്ക് പഠിക്കേണ്ടത് ആണ്, അല്ലെങ്കിൽ ഞാനത് പഠിക്കാനായി നിയോഗിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു സാധാരണ കോഴ്സ് പഠിക്കുന്ന പോലെ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നോ അല്ലെങ്കിൽ ഇതാവണമെന്നോ ഇല്ല. അതെ അതെ, അത് ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കാം. ഓക്കെ, നിനക്കത് പഠിക്കാനുള്ള ഒരു യോഗമുണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞാനതിനെ കാണുന്നത്. കാരണം മറ്റുള്ള കോഴ്സുകൾ പോലെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയാം ഒരു ബ്രീത്തിങ് കോഴ്സ് പോലെ വളരെ സാധാരണമായിട്ടുള്ള ഒരു കോഴ്സ് അല്ല ഇത്. ചില ഗുരുക്കന്മാരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ യോഗം വേണം. അതെ, യോഗം വേണം. അതെല്ലാവർക്കും ചിലപ്പോൾ ആഗ്രഹിച്ചാൽ നടക്കില്ല, ചിലവർക്ക് ആഗ്രഹിക്കാത്ത ആൾക്കാർക്കും നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു യോഗം വേണം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഓക്കെ എനിക്കിത് പഠിക്കണം വിചാരിച്ച് പോയി ഞാൻ നടക്കണം നിർബന്ധമൊന്നുമില്ല. അത് വളരെ എന്താ പറയുക, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ ഒരു വജ്രായുധമാണ് എന്നാണ് ഞാൻ പറയുക. വജ്രായുധം, ശരനൂൽ ശാസ്ത്രം, അത് ശ്വാസം എന്ന് പറയുന്നത് അതൊരു വജ്രായുധമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വജ്രായുധം. അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% അത് എവിടെ ഉണ്ടെങ്കിലും പോയി ഈ കോഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കുന്ന കാര്യം 100% ഉറപ്പാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ശരിയായിട്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ, മനസ്സിലായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തോ തോന്നുമ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ശ്വാസം വലിക്കാൻ പറയുന്നത്, എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ഞാൻ പറയില്ലേ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്ത് ആവശ്യം തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാം. ശരനൂൽ ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഏറ്റവും വലിയ സുഹൃത്ത് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ സുഹൃത്ത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഈ ഇൻവിസിബിൾ, അതെ ഒരു ഹിഡൻ, നമ്മൾ പറയില്ലേ ദൈവം നിന്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളും എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അതിൻ്റെ ശരിക്കും അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ദൈവം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നു, ആ ദൈവം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ദൈവം നമ്മൾ പറയില്ലേ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആത്മവിശ്വാസം, എന്തും നേടിയെടുക്കാനുള്ള കഴിവ് എല്ലാം നിങ്ങൾക്ക് കിട്ടില്ലേ. അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം, ആ ദൈവം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ ശരനൂൽ ശാസ്ത്രത്തിൻ്റെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.